നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വിനീത് രാവിലെ ഉറക്കമെഴുന്നേറ്റിരിക്കുകയാണ്. അപ്പം നീളം ബ്രഷ് ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. വിനീതിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. മുമ്പ് വരുന്ന പോലെ ഒന്നുമല്ല, ഇപ്പൊ താൻ ഈ കുടുംബത്തിലെ മരുമകനാണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ട്. ഗംഗയാണോട്ട് കണ്ടതുമില്ല. ആ സമയത്താണ് രാധമ്മയുടെ എൻട്രി. രാധമ്മ വന്ന് വിനീതിനെ നടിമോട് നോക്കി. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ, ഉറങ്ങിയോന്ന് ചോദിച്ചു. ഉം ഉറങ്ങി അമ്മമ്മയെന്ന് പറഞ്ഞു. ഉറങ്ങിയെന്നോ? നന്നായിട്ട് ഉറങ്ങിയോന്ന് ചോദിച്ചു. പിന്നല്ലാതെ നന്നായിട്ട് തന്നെ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു. ആ സമയം രാധമ്മ ചോദിച്ചു, എടാ എങ്ങനെയുണ്ട് ഗംഗ, എന്ത് പറയണം? അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, അവൾക്ക് വേറെ പ്രത്യേകിച്ച് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ളതായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചില്ലെന്ന് പറഞ്ഞു. എടാ അങ്ങനെയൊക്കെ പിന്നെ സംസാരിക്കാമല്ലായിരുന്നു അവളുമായിട്ട്. അത് പിന്നെ അമ്മമ്മ ഞാന് വേണ്ട വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട. ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം കാത്തിരുന്നാന്ന് നിനക്കറിയാലോ. എത്ര നേർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നറിയാവോ? പിന്നെ കല്യാണം നടന്നു കഴിയുമ്പോഴത്തേനും കുറെ നേർച്ചകളൊക്കെ നടത്താനുണ്ട്. അതിനൊക്കെ നീയും അവളും കൂടെ വരണമെന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ, കാപ്പി കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് രാധമ എങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ഈ സമയത്ത് നീള പോയി ഗംഗയോട് പറഞ്ഞു, അതെ വിനീത എണ്ണ ബ്രഷ് വേണമെന്ന്. അപ്പോഴേക്കും ശാരദ ചോദിച്ചു, ബ്രഷോ? ഒരു കാര്യം ചെയ്യുക, നീ ആ കടയിൽ പോയി ഒരു പുതിയ ബ്രഷ് മേടിച്ചിട്ട് വാ. ഗംഗ പറഞ്ഞു, അതെന്തിനാ ഇപ്പൊ പുതിയ ബ്രഷ് മേടിക്കണേ? അല്ല, അവന് ബ്രഷ് ചെയ്യാനായിട്ട്. അതെ, ഹോം സ്റ്റേയിൽ ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ബ്രഷ് വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ അത് കൂട്ട് എടുത്ത് കൊടുത്താൽ മതി. നിങ്ങളെ അതവിടെ ഇരിപ്പുണ്ട്, നീ പോയി എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ശാരദ ചോദിച്ചു, നീ അവളെയാണ് എടുത്തു കൊടുക്കാൻ വിടുന്നേ? നിനക്ക് പോയി എടുത്തു കൊടുത്താലെന്താ? അത് ഞാൻ എന്തിനാ എടുത്തു കൊടുക്കണേ? അതെ, നീ തന്നെ പോയി എടുത്തു കൊടുത്താൽ മതി. നിന്റെ ഭർത്താവല്ലേ വിനീത്, ഇനിയിപ്പൊ അവളല്ല അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ, നീയാന്ന് പറഞ്ഞു. ഗംഗയൊന്നും മിണ്ടിയില്ല. ഇങ്ങനെയൊന്നും നോക്കി ശാരദ. പിന്നീട് ഗംഗ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തുകൊണ്ട് വിനീതിന് കൊടുക്കുന്നുണ്ട്. വിനീതിന് ആകെപ്പാടെ ടെൻഷനാണ് ഗംഗയെ കണ്ടു കഴിയുമ്പോഴത്തേനും. അങ്ങനെ വിനീത് ഫ്രഷ് ആനായിട്ട് അകത്തേക്ക് കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി അങ്ങോട്ട് വന്നു. കാവേരി വന്നു കഴിഞ്ഞപ്പോൾ ഗംഗ അവിടെ അടുക്കളയിൽ ഓരോ ജോലികളായിരുന്നു. കാവേരി ഗംഗയോട് പറഞ്ഞു, ഗംഗേച്ചി അവിടെ ഇട്ടിട്ട് പൊക്കോ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗംഗ പറഞ്ഞു, സാരമില്ല, ഞാൻ ചെയ്തോളാം. ഇത്ര ദിവസം ഞാനല്ലേ ചെയ്തോണ്ടിരുന്നേ, ഇന്നെന്താ പ്രത്യേകിച്ച്? ശാരദ പറഞ്ഞു, അവള് ചെയ്യുമോളെ, അവൾ അങ്ങനെ എന്തേലും ദേഹമാണെങ്കിൽ എന്തേലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാത്ത പോലെ അമ്മയുടെ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഗംഗേച്ചി, നമ്മൾ എത്ര ചെയ്താലും അമ്മയ്ക്ക് ഒന്നും കാണുന്നില്ല, പിന്നെ അമ്മ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് രാവിലെ രണ്ടുപേരും കൂടെ തുടങ്ങി. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, രാവിലെ തന്നെ രണ്ടുപേരും കൂടെ തുടങ്ങിയോ? ഒന്ന് നിർത്തുന്നുണ്ടോ ഈ വഴക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗ ചീത്ത പറയാണ് കാവേരിയെ. അപ്പൊ കാവേരി പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ലേ, ഇനിയിപ്പൊ ഞാൻ പറഞ്ഞിട്ട് വേണം, ഇനിയിപ്പൊ കാവേരിയുടെ നാക്കിന് നീളം അത്രയാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ ചീത്ത പറയാനായിട്ട്. അതും പറഞ്ഞ് കാവേരി അവിടെ നിങ്ങോട്ട് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശാരദ ഗംഗയോട് പറഞ്ഞു, മോളെ വിനീതിനെ പോയി വിളിച്ചോണ്ട് വാ, കഴിക്കാൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതമ്മേ നീ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വിനീതിന്റെ അടുത്തേക്ക് എന്ന് ഗംഗ, അതെ കഴിക്കാൻ വിളിക്കാനുണ്ട്, വരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് വിനീത് അങ്ങോട്ട് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആ സമയം കാവേരി കഴിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശാരദ പറഞ്ഞു, നിന്റെ കഴിപ്പ് ഇതിലായിട്ടും തീർന്നിട്ടില്ലേന്ന് ചോദിച്ചു. ഇപ്പൊ തന്നെ കഴിച്ചു തീരും. അല്ല, ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നേ, ഇതൊന്നും കാണുന്നില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കാവേരി പറഞ്ഞു, അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്, ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞു. ആ സമയം ശാരദ പറഞ്ഞു, അതെ നീ അവർക്കൊന്ന് എടുത്തു കൊടുക്ക് എന്നൊക്കെ ഇങ്ങനെ ശാരദ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കാവേരി പറഞ്ഞു, ഞാനോ? അതൊക്കെ ഉള്ളതൊക്കെ ഗംഗേച്ചി എടുത്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് വിനീതൻ ഗംഗ അങ്ങനെ എടുത്ത് കഴിക്കാനായിട്ടിരിക്കുമ്പോഴത്തേനും രാധമയും കൂടെ അങ്ങോട്ട് വന്നു. കഴിക്കാനിരിക്കുന്ന സമയത്ത് വിനീതിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ രാധമ ചോദിച്ചു, എന്താടാ മോനെ, എന്തു പറ്റിയെന്ന് ചോദിച്ചു. അല്ല, ഞാൻ അമ്മയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. അമ്മയ്ക്ക് ഇപ്പൊ എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ അമ്മമ്മേ? ദേഷ്യം എന്തിനാ? അല്ല, ഞാൻ അവിടെ ഒന്ന് പോയി നോക്കിയാലോ? എടാ, ഇപ്പൊ നീ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല, അവൾ ആളി കത്തിക്കൊണ്ടിരിക്കുമല്ലേ. ഈ സമയത്ത് എന്നിട്ടുണ്ടെങ്കിൽ തീ അണയ്ക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, കുറച്ച് സമയം കഴിയുമ്പോൾ പോയാൽ മതി, പിന്നെ എപ്പോഴേലും പോയാൽ മതി, അല്ലെങ്കിൽ ഇന്ന് പോയില്ല നാളെയോ നാളത്തേഞ്ഞോ ഒക്കെ പോയാൽ മതി. ഇപ്പൊ നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ നിന്റെ നേരെ ചാടിക്കടിക്കാൻ വരും. അവളുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. കുറച്ച് കഴിയുമ്പോഴത്തേനും പ്രശ്നങ്ങളൊക്കെ മാറി ആറ് തണുത്ത് കഴിയുമ്പോൾ അവള് തന്നെ നിന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, എന്നാലും അമ്മേ, അല്ല എന്നാലും അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണല്ലോ, അത് പെട്ടെന്ന് മാറുന്ന ദേഷ്യമാണെന്ന് എനിക്ക് തോന്നില്ല. അത് കേട്ടപ്പോൾ രാധം പറഞ്ഞു, ഇത് എത്ര കൺട്രോളാ ഞാൻ. എടാ, നിനക്ക് നിന്റെ അമ്മ ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ലേ? അവളുടെ മനസ്സിലുള്ള ആ ദേഷ്യവും സങ്കടമൊക്കെ മാറി കഴിയുമ്പോഴത്തേനും അവൾ നിന്നെ വിളിച്ചോളും, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട.
ഇപ്പം നിന്റെ കല്യാണം കഴിഞ്ഞു, നീ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും തലയിലേക്ക് വെക്കണ്ട. രാധമ്മയുടെ ഉപദേശം കാര്യങ്ങളുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിനീത് പറഞ്ഞു, അതെ എനിക്ക് പോണം, കടയിൽ പോണം, ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓർഡറൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് കല്യാണം കഴിയുമെന്നും പ്രതീക്ഷിച്ചുമായിരുന്നില്ലല്ലോ. അത് കേട്ടപ്പം രാധമ്മ ചോദിച്ചു, എടാ മോനെ ഇന്ന് തന്നെ പോണോന്ന് ചോദിച്ചു. ഇന്ന് പോണോ? ഇന്നലെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല അമ്മമ്മേ, ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മാറാനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ എന്ന് പറഞ്ഞു. ആ എങ്കിൽ ശരി. അപ്പോഴേക്കും ശാരദ പറഞ്ഞു, അതിന് ഇവിടെ അരവിന്ദേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇരിപ്പുണ്ടല്ലോ, അത് മോന് പാകമാകില്ലേന്ന് ചോദിച്ചു. രാധമ്മ ചോദിച്ചു, എടി ആ ഡ്രസ്സാണോ കൊടുക്കുന്നത്? അവന് ഡ്രസ്സ് ഉണ്ടല്ലോ, അവൻ പോയി എടുത്തോണ്ട് വരട്ടെ. ഇനിയിപ്പം വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് സുജാത വല്ല വഴക്കുണ്ടാക്കുമോ മോനെ എന്നൊക്കെ ശാരദ ചോദിക്കുന്നുണ്ട്. ശാരദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. രാധം പറഞ്ഞു, പിന്നെ അവള് വഴക്കുണ്ടാക്കണേ കൂടെ ഉണ്ടാക്കട്ടെ, എത്രത്തോളം ഉണ്ടാക്കും നമുക്ക് കാണാലോ. നല്ലൊരു ജീവിതം അവന് കിട്ടിക്കഴിയുമ്പോഴത്തേനും അവൾക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് രാധമ്മ കുറച്ച് ഇരുന്ന് ദേഷ്യപ്പെടുവാണ്. പിന്നീട് വിനീത് കടയിലേക്ക് പോവുക. ഈ സമയത്ത് ജയപാലിന്റെ മനസ്സിൽ ചില തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ആ തോട്ടം, ആ ഒരു 5 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു, അത് അരവിന്ദനാന്നും പറഞ്ഞുകൊണ്ട് ജയപാലൻ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അരവിന്ദന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ആ തോട്ടം അത് എത്രയും പെട്ടെന്ന് തൻ്റെതാക്കി മാറ്റണം, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കണം. ഇനി അതവിടെ ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അരവിന്ദന്റെ കയ്യിൽ നിന്ന് കുറെ പണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ആ പണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആ പെണ്ണൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. അവള് ചിലപ്പോൾ തോട്ടത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നൊരു തീരുമാനം ജയപാലിന്റെ മനസ്സിലുണ്ട്. പിന്നീട് ജയപാലൻ വിശാലിന്റെ അടുത്തേക്ക് ഇല്ലുവാണ്. വിശാലിന്റെ അടുത്ത് നിന്ന് ആ തോട്ടത്തെക്കുറിച്ച് പറയണം. എടാ മോനെ, ഒരു കാര്യം ചെയ്യാം, ആ തോട്ടം നമുക്കത് മറച്ചു വെക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിശാൽ പറഞ്ഞു, അച്ഛാ അത് പിന്നെ നീ ധൈര്യമായിട്ടിരിക്കടാ, നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുക. ആ സമയത്ത് പലരും വന്നെന്നിരിക്കും യുദ്ധം ചെയ്യാനായിട്ട്, അവരെയൊക്കെ നമ്മൾ തോൽപ്പിക്കണം. നീ എൻ്റെ കൂടെ നിൽക്കില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിശാല് പറഞ്ഞു, അതെന്ത് ചോദ്യം അച്ഛാ, അച്ഛൻ്റെ കൂടെ അല്ലാതെ ഞാൻ പിന്നെ ആരുടെ കൂടെ നിൽക്കുന്നത്? അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അച്ഛനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനും ഏതിനും ഞാൻ കൂട്ടണമെന്ന് പറഞ്ഞു. ആ അങ്ങനെ തന്നെ വേണം. ഈ പറയുന്ന കാവേരി, അതുപോലെ അവളുടെ ചേച്ചി ഗംഗ, ആ ശാരദയൊക്കെ ഉണ്ടല്ലോ, അവരെന്താണല്ലോ എതിർപ്പായിട്ട് വരും. കാരണം അവർക്കറിയാം ഈ പ്രോപ്പർട്ടി അവളുടെ അച്ഛന് വേണ്ടിയിട്ട് അഡ്വാൻസ് തന്നിരിക്കുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് അരവിന്ദന് വാങ്ങിക്കാൻ അഡ്വാൻസ് തന്ന, അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നമായിട്ട് വരും. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. വിശാൽ പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ട് നീക്കുമോ, അച്ഛനോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ഈ സമയം കടയിലേക്ക് എന്ന് വിനീത് എന്ന് കഴിഞ്ഞപ്പത്തിന് ഇക്കായൊക്കെ ചോദിച്ചു, എങ്ങനെയുണ്ടാ വിനീത, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നീ ഇന്നിങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്നാലും നിന്റെ കല്യാണം കഴിഞ്ഞല്ലോ ഉള്ളെന്ന് ചോദിച്ചു. അത് പിന്നെ ഇക്ക വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഏറ്റെടുത്ത കുറെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. പിന്നെ എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. എടാ നിന്റെ അമ്മ സെറ്റായെന്ന് ചോദിച്ചു. പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? എവിടെന്ന്? അമ്മയ്ക്ക് ഒരു മാറ്റം ഇല്ലേക്ക, അതുപോലെ തന്നെ ഇനി എങ്ങനെയാണെന്നും അറിയത്തില്ല. എടാ അതൊന്നും സാരമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു. ആ സമയം സുജാത ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഗീത വന്നിട്ട് ചോദിച്ചു, അമ്മ ഒന്നും കഴിക്കണില്ലേ? എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു. അമ്മ ഇവിടെ വിശപ്പില്ല എന്നും പറഞ്ഞിരിക്കും. അവനുണ്ടല്ലോ വിനീത്, അവനും അവന്റെ ഭാര്യയും കൂടെ മൂക്കുമുട്ട കഴിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് അമ്മ വിശപ്പില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കരഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നോക്കിയിട്ട് അമ്മ നന്നായിട്ട് ആഹാരം കഴിക്കാൻ നോക്ക്, വെറുതെ ഉള്ള ആരോഗ്യം കളയാൻ നിൽക്കണ്ട. അവന് നമ്മളെക്കുറിച്ച് ചിന്തയില്ല. അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇന്നലെ അവളുടെ കഴുത്തിൽ താലി ആർത്തുമായിരുന്നോ? ഒരു കാരണവശാലും ഇല്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവന് ഈ കുടുംബത്തോടോ നമ്മളോടോ ഒട്ടും സ്നേഹമില്ലാന്ന്. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് സുജാത പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അവന് സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതല്ലേലും അങ്ങനെയാ, 10 ദിവസം കഴിയുമ്പോഴത്തേനും അമ്മയ്ക്ക് പിന്നെ അവൻ മോനാവും. ചക്കരെ തേനെ പാലെന്നും പിടിച്ചോണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലൂല്ലെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ അങ്ങനെ പോകത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. നമുക്ക് കാണാം, 10 ദിവസം കഴിഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടി ഗീത അങ്ങോട്ട് പോകുമ്പോഴത്തേനും സുജാതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം വിനീതിനെ വീട്ടിലേക്ക് കയറ്റാതിരുന്ന നഷ്ടമായി പോയെന്നൊരു ചിന്ത സുജാതയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.